എല്ലാത്തിനും ശാസ്ത്രത്തിൽ ഉത്തരം ഉണ്ടെങ്കിൽ മനുഷ്യന്റെ മരണം, ആക്സിഡന്റ് കൂട്ടിച്ചേർത്താൽ എന്തുകൊണ്ട് നമുക്ക് ആ ജീവൻ തിരിച്ചു കിട്ടുന്നില്ല? ഇപ്പോൾ ശാസ്ത്രം തോറ്റോ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു അന്വേഷണ രീതിയാണ്. എല്ലാത്തിനും നമുക്ക് ഉത്തരവുണ്ടോ? എല്ലാത്തിനും നമുക്ക് ഉത്തരവില്ല. എല്ലാത്തിനും നമുക്ക് ഉത്തരം ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഉദാഹരണമായിട്ട് ഒരു സിമ്പിളായിട്ട് ഞാൻ പറയാം. മരണത്തിന് ശേഷം നമ്മുടെ ജീവൻ എന്ത് സംഭവിക്കുന്നു? ഇതൊരു ചോദ്യമാണ്. അതിന് ഉത്തരം ആവശ്യമുണ്ടോ? അതൊരു ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലാണ് സംഭവിക്കുന്നതെന്ന് പറയേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ ഞാനിവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാം. കാരണം ഞാനിവിടെ ഉണ്ട്, ഉള്ളതാണ്. മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ ചോദ്യം അത് വാലിഡ് ആയിട്ടുള്ള ചോദ്യമല്ല. ഇനി അങ്ങനെ എന്ത് സംഭവിക്കുന്നു, ഇൻവാലിഡ് ആയിട്ടൊരു ചോദ്യത്തിന്റെ ഉത്തരം അറിയേണ്ട കാര്യമില്ല. അതേപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? പലരും ചോദിക്കും, എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? എന്താ ജീവിതത്തിന്റെ അർത്ഥം? നമ്മൾ എന്തർത്ഥം കൊടുക്കുന്നു അതാണ് അതിന്റെ അർത്ഥം. അല്ല, പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. ഇന്നത്തെ ഒരാൾ ജീവിക്കുന്ന ഒരു അർത്ഥമല്ല ഗുഹാമനുഷ്യൻ ഉണ്ടായിരുന്നത്. ഗുഹാമനുഷ്യൻ പുറത്തിറങ്ങുക, ആഹാരം കഴിക്കുക, ഇണചേരുക, അതാണ് ലക്ഷ്യം, അതാണ് അർത്ഥം. അവൻ സംതൃപ്തനാണ്. പക്ഷെ ഇന്നത്തെ മനുഷ്യൻ അതല്ല. വിദ്യാഭ്യാസം ചെയ്യുക, അധികാരം നേടുക, പണം ഉണ്ടാക്കുക, വലിയ ആളാകുക, സിനിമയിൽ അഭിനയിക്കുക. സിനിമ ഇല്ലായിരുന്ന കാലഘട്ടത്തിലോ പൈലറ്റ് ആവുക എന്നുള്ളതാണ് ലക്ഷ്യം. വിമാനങ്ങളില്ലായിരുന്ന കാലഘട്ടത്തിലോ നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമ്മുടെ പർപ്പസും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന ലക്ഷ്യങ്ങളും പർപ്പസും ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്. കീപ്സ് ഓൺ ചേഞ്ചിങ്. അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മതം ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഉത്തരം ആവശ്യമില്ലാത്തവയും പലതും ഇൻവാലിഡ് ആയിട്ടുള്ള അസാധുവായ ചോദ്യങ്ങളാണ്. ഇപ്പൊ ശാസ്ത്രം എല്ലാം അറിയാമെന്ന് പറയുന്ന ഒന്നല്ല ശാസ്ത്രം. പിന്നെ ഒരാളെ എപ്പോൾ മരിക്കും എന്ന്, ഒരാളെ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അതെന്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ കഴിയാത്തത്? അയാളുടെ തൊട്ട് മുന്നേ ഉള്ള അവസ്ഥയെക്കുറിച്ച് നമുക്ക് ധാരണയില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പൊ ചില രോഗികൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ഇത്ര ദിവസം കൂടെ ഉള്ളൂ, ഇത്ര മണിക്കൂർ കൂടെ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അത് ആ പ്രീവിയസ് ഡേറ്റ വെച്ച് അനാലിസിസ് ചെയ്തിട്ട് അതിന്റെ പ്രൊജക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ പെട്ടെന്ന് നിൽക്കുന്ന ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണെങ്കിൽ അയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി അൺനോൺ ടു ഹിംസെൽഫ് ആൻഡ് അൺനോൺ ടു അതേഴ്സ് എന്നാണ് എൻ്റെ അർത്ഥം. അയാൾക്ക് അയാളുടെ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ചരിത്രം അറിയില്ല, അയാളുടെ ഹൃദയം ഏത് അവസ്ഥയിലാണെന്ന് അയാൾക്കറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. ഇത് രണ്ടും അറിയാത്തതുകൊണ്ട് അതൊരു അത്ഭുതമായി മാറി. പെട്ടെന്ന് കുഴഞ്ഞു വീണു. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് അറിയാമായിരുന്നെങ്കിൽ അറിയുന്നവർക്ക് അത് അത്ഭുതം അല്ലാതായി മാറും. ഈ അത്ഭുതങ്ങളെല്ലാം ഉണ്ടാകുന്നത്, ഓർക്കാപ്പുറത്തുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. ആ അറിവ് കിട്ടുന്നവർക്ക് ആ പ്രശ്നമില്ല. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ വണ്ടി ഇടിക്കുന്നു, ഒരു ബൈക്ക് കൊണ്ടുവന്ന് പുറകെ ഇടിക്കുന്നു. നിങ്ങൾക്കത് ഓർക്കാപ്പുറത്തായിരിക്കും, അത്ഭുതമായിരിക്കും, അതിശയമായിരിക്കും. പക്ഷെ ആ ബൈക്ക് പറഞ്ഞു വിട്ടവൻ അതായിരിക്കും അല്ല. അറിവ് നേടുന്നതിലുള്ള പരാജയമാണ് അത്ഭുതങ്ങളും അതിശയങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ സയൻസ് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് ആ രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അങ്ങനെ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കാനുള്ള അവസരമില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഡയബറ്റിസ്, ഇന്ന് ഡയബറ്റിസ് നിയന്ത്രിക്കുന്ന എല്ലാവരും രാവിലെ ഒന്ന് കുത്തി നോക്കുന്നു. ഒരു 100 വർഷത്തിന് മുമ്പ് അങ്ങനെ ചെയ്യുമായിരുന്നു മനുഷ്യൻ. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ആളുകൾ പറയായിരുന്നു പ്രഷറും ഷുഗറും ഒക്കെ സമ്പന്നന്റെ രോഗമാണെന്ന് അവർ അവകാശപ്പെടുമായിരുന്നു. ഇച്ചിരി ഷുഗറും ഇച്ചിരി പ്രഷറും എന്നൊക്കെയുള്ള ഡയലോഗ് ഉണ്ടായിരുന്നു. അതിലെന്തോ ഒരു വലിയൊരു സ്നോബറിയാണ്. അത് അന്നത്തെ അവസ്ഥ ഏതാണ്? അന്ന് ശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല, ശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയുമായിരുന്നു, പക്ഷെ അന്ന് അറിയില്ലായിരുന്നില്ല. അന്ന് ശാസ്ത്രം അത്രയും വികസിച്ചിട്ടില്ല. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. 500 കിലോമീറ്റർ വേഗത്തിൽ വണ്ടി ജപ്പാനിലും ചൈനയിലൊക്കെ ഓടിയിട്ട് 10-30 വർഷമായി. ഇവിടെ നമ്മളിപ്പോ 160 കിലോമീറ്ററിനെ കുറിച്ച് 200 കിലോമീറ്ററിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 500 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ കേരളത്തിൽ പറ്റത്തില്ല. കേരളം എന്താണ് 500 എന്ന് പറയുമ്പോൾ കേരളം തുള്ളൂ? ഒന്നുമില്ല, സാധനമുണ്ട്. പക്ഷെ അതിവിടെ വരേണ്ട അവസ്ഥയായിട്ടില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്രത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, ശാസ്ത്രം കൊണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിലും മുന്നേറുന്നു, ശാസ്ത്രം കൊണ്ടും മുന്നേറുന്നു. കേരളത്തിൽ ഇത് രണ്ടും ഒരേപോലെ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. വികസിത രാജ്യങ്ങളിൽ ശാസ്ത്രത്തിലെ മുന്നേറ്റത്തിനനുസരിച്ച് ശാസ്ത്രം കൊണ്ടുള്ള മുന്നേറ്റവും ഒരേപോലെ സമാന്തരമായിട്ട് പോകുമ്പോൾ കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നു. ഇത് ശാസ്ത്രത്തിന് കുഴപ്പമല്ലല്ലോ, സയൻസിന് കുഴപ്പമായിട്ട് തീർക്കാൻ പറ്റില്ല.